ഡിബേറ്റിന് ശേഷം എല്ലാവരും ചേർന്ന് 6 പേരെ തെരഞ്ഞെടുക്കുന്നു. അവര് 3 പേര് വീതമുള്ള 2 ഗ്രൂപ്പുകളാവുന്നു. എ, ബി എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകൾ. എ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഒണിയില്, നെവിൻ, ജിസേല്. ബി ഗ്രൂപ്പില് അഭിലാഷ്, അനുമോള്, നമ്മുടെ ശൈത്യ. അപ്പൊ ബിഗ് ബോസ് അടുത്ത ഘട്ടത്തിൽ പറയാണ്, ഇവർ ചർച്ച ചെയ്തിട്ട് 10-15 സെക്കൻഡ് കൊടുക്കാണ്. ചർച്ച ചെയ്തിട്ട് പെട്ടെന്ന് ഇതിൽ ഒരാളെ അവർ പുറത്താക്കണം ഈ ഇതിൽ നിന്ന്. അപ്പൊ ചർച്ച ചെയ്ത് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നപ്പോ ബിഗ് ബോസ് മറ്റു കുടുംബാംഗങ്ങളോട് ആലോചിച്ചിട്ട് ഒരാളെ പുറത്താക്കാൻ തീരുമാനിക്കാൻ പറയുന്നു. എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ടീം ബിയിൽ നിന്ന് അനുമോളും എയിൽ നിന്ന് ഒണിയിലിനെ പുറത്താക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഒണിയിലും പുറത്താവുന്നു, അനുമോളും പുറത്താവുന്നു. അതിനൊരു ഒരു ഒരു പ്രതീകം എന്ന നിലയിൽ ബിഗ് ബോസ് ഇവരുടെ ഫോട്ടോ കത്തിക്കാൻ പറയാണ്. അനുമോളുടെ കയ്യിൽ കൊടുത്തിരുന്ന ഫോട്ടോ അനുമോൾ കൊണ്ട് വയ്ക്കുന്നു, കത്തിക്കുന്നു. അപ്പോഴാണ് കരയുന്നത്. ഞാൻ ഇതുവരെ എന്റെ ഫോട്ടോ കത്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് ഓവർ ഡ്രാമ ആയിട്ടാണ് തോന്നിയത്. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ടാസ്കിൽ ഒരു ഫോട്ടോ കത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴു. അത് ഭയങ്കര ഓവർ ഡ്രാമ ആയിട്ട് തോന്നി. ഇനി റിയൽ ആയിട്ട് അനുമോൾ കരഞ്ഞാണെങ്കിൽ അത്രയും എന്താ പറയാ ദുർബലമായിട്ടുള്ള ഒരാളാണോ അനുമോൾ എന്ന് തോന്നിപ്പോയി. ഒണിയിലിന്റെ ഫോട്ടോ കൂളായിട്ട് വന്നിട്ട് നെവിനും ജിസേലും കൂടെ കത്തിച്ചു. നെവിനാണ് കൂടുതൽ കത്തിച്ചത്. ജിസേലിന് ഒണിയിലിനെ കത്തിക്കാൻ ഒരു മടി പോലെ. അതേ സമയത്ത് അഭിലാഷും ശൈത്യയും ചേർന്ന് അനുമോളുടെ ഫോട്ടോയും കത്തിച്ചു. ഇതിനിടയിൽ അനുമോള് ആര്യൻ ചിരിച്ചപ്പോ കളിയാക്കരുത്, ചിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തു. ആര്യനും തിരിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അക്ബർ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നാടകീയമായ രംഗങ്ങൾ ഇപ്പോ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. വീട്ടിലെ ഏകാധിപതികളെ, സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് പുരോഗമിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.